നമസ്കാരം. ഇരട്ടി തില്ലങ്കേരി പള്ള്യം എലിപ്പറമ്പിൽ റോഡരികിലെ ഓവുചാലിന്റെ സ്ലാബിന്റെ അടിയിൽ കരിങ്കൽ കെട്ടിനടിയിൽ കണ്ടെത്തിയ സ്റ്റീൽ ബോംബിന് സമാനമായ പാത്രം പ്രദേശവാസികളെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയത് 5.5 മണിക്കൂർ. കണ്ണൂരിൽ നിന്നെത്തിയ ബോംബ് സ്ക്വാഡ് ആളുകളെ അകറ്റി സ്റ്റീൽ ബോംബ് ശ്രമകരമായി പുറത്തെടുത്തപ്പോൾ ആശങ്ക പൊട്ടിച്ചിരികളായി. ഇന്നലെ രാവിലെ 7:30 സംഭവം. സമീപത്തെ കച്ചവടക്കാരനായ മുകുന്ദൻ കനത്ത മഴയിൽ ഓവുചാലിലേക്ക് ഒഴുകിയെത്തിയ മാലിന്യം നീക്കം ചെയ്ത് ഒഴുക്ക് സുഗമമാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് സ്ലാബിനടിയിൽ കരിങ്കൽ ഭിത്തിക്കടിയിൽ ബോംബ് കണ്ടെത്തിയത്. ഇതോടെ പ്രദേശവാസികളും മുഴക്കുന്ന് SI N വിപിന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തി. പ്രാഥമിക പരിശോധനയിൽ ബോംബാണെന്ന സംശയം ശക്തമായതോടെ ബോംബ് സ്ക്വാഡിന് വിവരം കൈമാറി. രാഷ്ട്രീയ സംഘർഷങ്ങൾ നടന്നിട്ടുള്ള പ്രദേശമായതിനാൽ കൂടുതൽ പോലീസും സ്ഥലത്തെത്തി. 1 മണിയോടെ കണ്ണൂരിൽ നിന്നെത്തി ബോംബ് സ്ക്വാഡ് ഓവുചാലിലിറങ്ങി സ്റ്റീൽ പാത്രം പുറത്തെടുക്കാൻ ശ്രമിച്ചെങ്കിലും കല്ലിനടിയിൽ ഉറച്ച നിലയിലായതിനാൽ സാധിച്ചില്ല. ഇതോടെ പ്രദേശത്തു നിന്ന് ആളുകളെ മാറ്റി സമീപത്തെ വീട്ടിൽ നിന്ന് കമ്പിപ്പാര കൊണ്ടുവന്ന് കല്ലുകൾ ഇളക്കി മാറ്റി പുറത്തെടുത്തപ്പോഴാണ് പാത്രമാണെന്ന വിവരം അറിഞ്ഞത്. വായ്ഭാഗം കരിങ്കല്ലിൽ ഉറച്ചതിനാൽ ബോംബാണെന്ന് തോന്നുമായിരുന്നു. ബോംബ് സ്ക്വാഡ് SI PN അജിത് കുമാർ, അംഗങ്ങളായ P ധനേഷ്, PP ശിവദാസൻ എന്നിവരാണ് പരിശോധന നടത്തിയത്.